സംസ്ഥാനത്തെ വാഹനാപകടങ്ങൾ നിയന്ത്രിക്കാൻ പോലീസും മോട്ടോർ വാഹന വകുപ്പും നടത്തുന്ന സംയുക്ത പരിശോധനയും ഇന്നു മുതൽ ഉണ്ടാകും. ബ്ലാക്ക് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചാകും ആദ്യഘട്ട പരിശോധന. അമിത വേഗം, മദ്യപിച്ച് വാഹനമോടിക്കൽ, അമിത ഭാരം കയറ്റൽ, അശ്രദ്ധമായി വാഹനമോടിക്കൽ തുടങ്ങിയ നിയമലംഘനങ്ങൾക്ക് കർശന നടപടി വരികയാണ് ഇന്നു മുതൽ. തിരുവനന്തപുരത്ത് നിന്ന് ശ്രീജിത്ത് ചേരും. അതേപോലെ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഞങ്ങളുടെ നിരീക്ഷകൻ ബി ദിലീപ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം ശ്രീജിത്തിലേക്ക്. ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. ശ്രീജിത്ത്, ശരിക്കും ഇന്നു മുതൽ ഒരു സംഘടിതമായ യജ്ഞം ഗതാഗത വകുപ്പ് തുടങ്ങുകയാണ് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മുടെ ഈ സീറോ ആക്സിഡൻറ്റ് എന്ന് പറയുന്ന ക്യാമ്പയിനും തുടങ്ങിക്കഴിഞ്ഞു. പറയൂ ശ്രീജിത്ത്. SKN ഗുഡ് മോർണിംഗ്. 24 മുന്നോട്ട് വെച്ച സീറോ ആക്സിഡൻറ്റ് എന്ന മുദ്രാവാക്യത്തിന് സമാന്തരമായി തന്നെയാണ് പോലീസും അതോടൊപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായ പരിശോധന ഇന്നു മുതൽ ആരംഭിക്കുന്നത്. ആദ്യ ഘട്ടത്തിലുള്ള പരിശോധന ബ്ലാക്ക് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചാണ്. ബ്ലാക്ക് സ്പോട്ടുകൾ എന്ന് പറഞ്ഞാൽ ഡ്രൈവർക്ക് കാഴ്ച മറയ്ക്കുന്ന അതീവ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളെയാണ് ഈ ബ്ലാക്ക് സ്പോട്ടുകൾ എന്ന് പറയുന്നത്. ഇത്തരം ബ്ലാക്ക് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ടത്തിൽ പരിശോധന. അവിടെ സ്പീഡ് ബ്രേക്കറുകളും ഒപ്പം തന്നെ കർശനമായ ബോധവൽക്കരണവും ഒക്കെ തന്നെ ഉണ്ടാകും. സംയുക്ത പരിശോധന ഇന്നു മുതൽ മോട്ടോർ വാഹന വകുപ്പും പോലീസും ചേർന്ന് ആരംഭിക്കും. ഇതോടൊപ്പം തന്നെ അപകട സാധ്യത കൂടിയ സ്ഥലങ്ങളിൽ സ്പീഡ് ബ്രേക്കറുകളും മറ്റും സ്ഥാപിക്കും. ഈ ഇത്തരത്തിലുള്ള ബ്ലാക്ക് സ്പോട്ടുകൾക്കൊപ്പം തന്നെ ഈ അതീവ വേഗതയിൽ വാഹനങ്ങൾ വരുന്ന സ്ഥലങ്ങളിൽ ഒപ്പം തന്നെ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിനുള്ള പരിശോധന, ഈ അമിത ഭാരം കയറ്റി വരുന്ന വാഹനങ്ങൾ, ഒപ്പം തന്നെ ഈ പൈപ്പുകളും കമ്പികളും മറ്റും പുറത്തേക്ക് തള്ളിക്കൊണ്ട് വെച്ചുകൊണ്ട് ലോഡ് കയറ്റി വരുന്ന വാഹനങ്ങൾ, ഇവയ്ക്കെതിരെയുള്ള എല്ലാം കർശനമായ പരിശോധനയും നടപടിയും ഇന്നു മുതൽ ഉണ്ടാകുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ ഉന്നതതല യോഗത്തിന് ശേഷം ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഈ നടപടികൾ പ്രഖ്യാപിച്ചിരുന്നു. മത്സരയോട്ടം നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെയും കർശനമായ നടപടി ഉണ്ടാകും. അപകടമുണ്ടാക്കി ആളെ കൊല്ലുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് 6 മാസത്തേക്ക് റദ്ദാക്കുമെന്നാണ് ഗതാഗത മന്ത്രി ഇന്നലെ പ്രഖ്യാപിച്ചത്. അപകടത്തിൽ പരിക്കുണ്ടാക്കുന്ന അപകടങ്ങൾക്ക് 3 മാസത്തേക്ക് പെർമിറ്റ് റദ്ദാക്കുകയും ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും തുടങ്ങിയ തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട്. എന്തായാലും ഇന്നു മുതൽ സംസ്ഥാനത്തെ റോഡ് അപകടങ്ങളെ കുറയ്ക്കാൻ, റോഡ് അപകടങ്ങൾ ഒഴിവാക്കാൻ സീറോ ആക്സിഡൻറ്റ് എന്ന മുദ്രാവാക്യം ഉയർത്തി സംസ്ഥാന സർക്കാരും മോട്ടോർ വാഹന വകുപ്പും ശക്തമായ പരിശോധന ആരംഭിക്കുകയാണ്. SKN. ഓക്കെ, താങ്ക് യു. ഇനിയിപ്പോൾ നമുക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ നമുക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ ഈ 24 കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരും 24 കണക്റ്റുമായി ബന്ധമുള്ള ആളുകളും തന്നെ എല്ലാ റോഡ് നിയമങ്ങളും പാലിച്ചു വേണം ഇന്നു മുതൽ വണ്ടി ഓടിക്കാൻ. നമുക്കൊരു തീരുമാനം തന്നെ അക്കാര്യത്തിൽ വേണം. നമ്മുടെ ലക്ഷ്യം ഒന്നും മാത്രം, സീറോ ആക്സിഡൻറ്റ്. കേരളത്തിൽ ഒരു അപകടം ഉണ്ടാക്കാത്ത ദിവസങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് നമ്മുടെ പരമാവധി ലക്ഷ്യം. അതിന് നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങണം. പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാവരും സഹകരിക്കണം. ഇപ്പോൾ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് നമ്മുടെ ക്യാമ്പയിൻ്റെ മറ്റുള്ള കാര്യങ്ങളുമായും അതുപോലെ റോഡ് അപകടത്തിൻ്റെ സാധ്യതകൾ വിദൂരമാക്കാനുള്ള നിലപാടുകളെക്കുറിച്ചും ഈ ദിലീപ് കുമാർ, നമ്മുടെ നിരീക്ഷകൻ, സംസാരിക്കുന്നു. ഗുഡ് മോർണിംഗ് ദിലീപ് കുമാർ. നമ്മുടെ ക്യാമ്പയിൻ തുടങ്ങിക്കഴിഞ്ഞു. SKN സീറോ ആക്സിഡൻറ്റ് കേരളം എന്ന ആ ക്യാമ്പയിൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. നിരത്തുകളിൽ അപകടങ്ങൾ ഒഴിവാക്കുക എന്നതാണ് ഈ ക്യാമ്പയിനിലൂടെ 24 ലക്ഷ്യമിടുന്നത്. മികച്ച ഡ്രൈവിംഗ്, ശ്രദ്ധയോടുകൂടിയുള്ള ഡ്രൈവിംഗ്, സുഖയാത്ര, സുരക്ഷിത യാത്ര, ഇതാണ് ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് 24 മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നിരത്തുകളിൽ വാഹനം ഓടിക്കുന്നവർ പാലിക്കേണ്ട കാര്യങ്ങളാണ്. പ്രധാനമായും ഈ വാഹനാപകടങ്ങൾക്ക് കാരണം ഡ്രൈവർമാരുടെ അശ്രദ്ധയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രദ്ധാപൂർവം വണ്ടി ഓടിക്കുക. അതുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് രാജ്യത്തെ ഗതാഗത നിയമങ്ങളൊക്കെ നിഷ്കർഷിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് വാഹനം ഓടിക്കുകയാണെങ്കിൽ അപകടങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയും. ആ നിലയിലുള്ള ഒരു ജാഗ്രതയാണ് ഡ്രൈവർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. ഓരോ റോഡുകളിലും വണ്ടി ഓടിക്കേണ്ട വേഗതയെക്കുറിച്ചൊക്കെ റോഡ് വശത്ത് സാധാരണ എഴുതി കാണിക്കാറുണ്ട്. ആ നിശ്ചിത വേഗപരിധിയിൽ മാത്രം ഓടിക്കാൻ ശ്രദ്ധിക്കുക. മാത്രമല്ല, മദ്യപിച്ച് വാഹനം ഓടിക്കാതിരിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഈ കേരളത്തിലെ റോഡ് അപകടങ്ങൾക്ക് ഈ ഡ്രൈവർമാരുടെ ഉറക്കമാണ്. അത് രാത്രി സമയമാകാം, പകൽ സമയമാകാം. ഈ സമയത്തൊക്കെ ഡ്രൈവർമാർ ഉറങ്ങിപ്പോകുന്നത് അപകടങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ, ഉറക്കം വരുന്ന ഘട്ടങ്ങളിൽ വാഹനം ഒഴിച്ച് സൈഡിലോട്ട് നിർത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും അമ്യൂണിറ്റി സെൻറ്ററുകളിൽ അവിടെ വിശ്രമത്തിനായി അല്പസമയം വിശ്രമിക്കുക, അതിനുശേഷം വണ്ടി എടുക്കുക എന്നതാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഇതിൽ പ്രധാനമായും സർക്കാരുകളുടെയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും ഭാഗത്തു നിന്നൊക്കെ ചില നടപടികൾ വേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം 200 ഓരോ റോഡിലും പ്രധാനപ്പെട്ട പാതകളിലൊക്കെ 200 കിലോമീറ്ററിനുള്ളിൽ ഒരു വിശ്രമ കേന്ദ്രം സ്ഥാപിക്കുക എന്നതാണ്. ആ വിശ്രമ കേന്ദ്രത്തിൽ ഡ്രൈവർമാർക്ക് ദീർഘദൂര യാത്ര കഴിഞ്ഞോ അല്ലെങ്കിൽ രാത്രി വാഹനം ഓടിക്കുമ്പോൾ ഉറക്കം വരികയോ ഒക്കെ ചെയ്യുന്ന ഡ്രൈവർമാർക്ക് അവിടെ അല്പസമയം വിശ്രമിക്കാൻ കഴിയും.
ആ സമയത്ത് അവിടെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ കുറേ ഡ്രൈവേഴ്സ് എത്തുമ്പോൾ അവർക്ക് ഇനി വരാൻ പോകുന്ന അല്ലെങ്കിൽ ഇനി അടുത്ത 200 കിലോമീറ്റർ ആ പാതയിൽ എന്തൊക്കെ സംഭവിക്കാനുള്ള, അതായത് ആ റോഡിൻ്റെ ഘടനയെക്കുറിച്ചൊക്കെ ഒരു ക്ലാസ് എടുത്തു കൊടുക്കുക, അങ്ങനെയുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ ഇപ്പോൾ ഗതാഗത വകുപ്പിൻ്റെ പരിഗണനയിലുണ്ട്. പക്ഷേ അതിൽ പ്രധാനമായും മുന്നോട്ട് വരേണ്ടത് ഈ തദ്ദേശ സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സന്നദ്ധതയുള്ള സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകരോ വ്യക്തികളോ ഒക്കെ മുൻകൈ എടുത്ത് ഈ വിശ്രമ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. SK. ഓക്കെ, താങ്ക് യു ബി ദിലീപ് കുമാർ. നമ്മുടെ ജീവനക്കാർ, നമ്മുടെ ഏതാണ്ട് ഒരു ഡയറക്റ്റും ഇൻഡയറക്റ്റുമായി ഒരു 1200 ആളുകൾ നമ്മുടെ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നുണ്ട്. അവരൊക്കെ തന്നെ നിയമം പാലിച്ച് തന്നെ വാഹനങ്ങൾ ഓടിക്കുക വേണം. റോഡിൽ ഇറങ്ങുമ്പോഴും കാൽനട യാത്രക്കാർ ഉൾപ്പെടെ നിയമങ്ങൾ പാലിക്കണമെന്നാണ് പറയുന്നത്. ചന്ദ്രൻ ചെറിയിൽ പറയുന്നത് കണ്ണൂരിൽ പള്ളിക്കുളം ജംഗ്ഷനിൽ എത്രയോ അപകടങ്ങളുണ്ടായി, കാൽനട യാത്രക്കാരും ഡ്രൈവർമാരും കുറ്റക്കാർ തന്നെയാണെന്ന് പറയുന്നു. അതുപോലെ ഈ സാരോപദേശം കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല, കർശന നടപടിയാണ് വേണ്ടതെന്ന് പറയുന്ന പ്രേക്ഷകരുണ്ട്. ഒരുപാട് പ്രേക്ഷകർ പ്രതികരിച്ചു. കർക്കശമായ നടപടികളുമായി KB ഗണേഷ് കുമാർ മുന്നോട്ട് പോകുമെന്ന് ഇന്നലെ നമ്മുടെ മോർണിംഗ് ഷോയിൽ പങ്കെടുത്തുകൊണ്ട് മന്ത്രി പറയുകയുണ്ടായി. മാത്രമല്ല, വാഹനാപകടം ഉണ്ടാക്കി ആളുകളെ കൊല്ലുന്ന പ്രൈവറ്റ് ബസ്സുകളുടെ പെർമിറ്റ് തന്നെ 6 മാസത്തേക്ക് എടുത്തു കളയുമെന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, പരിക്ക് ഉണ്ടാക്കുന്നവർക്ക് അശ്രദ്ധയോടെ വാഹനം ഓടിച്ചു എന്ന് മനസ്സിലാക്കിയാൽ 3 മാസത്തേക്ക് പെർമിറ്റ് നഷ്ടപ്പെടുത്തുമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു. കർക്കശമായ നടപടികളുമായി മുന്നോട്ട് പോകണം. ഇത്രയും വലിയ അപകടങ്ങളൊന്നും താങ്ങാനുള്ള ശക്തി കേരളം പോലെ ഈ കൊച്ചു സംസ്ഥാനത്തിന് ഇല്ല എന്ന് നമ്മൾ ഒരിക്കൽ കൂടി പറയുകയാണ്. മാത്രമല്ല, ഈ ക്യാമ്പയിനുമായി സീറോ ആക്സിഡൻറ്റ് കേരളം എന്ന മുദ്രാവാക്യവുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. സുരക്ഷിതവും സുഖകരവുമായ യാത്ര ദിലീപ് കുമാർ പറഞ്ഞതുപോലെ ഉണ്ടാക്കുകയാണ് നമ്മുടെ പരമായ ലക്ഷ്യം. നമുക്കൊപ്പം തന്നെ എല്ലാ സർക്കാർ വകുപ്പുകളും സഹായം നൽകുക, അതേപോലെ നാട്ടുകാരും പ്രേക്ഷകരും.